ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് റൊമാൻസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ഈജുവിൻ്റെ ക്ലാസ്സാണ് കാണിക്കുന്നത്. അവിടെ ഉണ്ടാവും. അവൻ അറ്റൻഡൻസ് വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈജുവിനാണെങ്കിൽ അവനെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ടാവും. ബാക്കി എല്ലാ ഗേൾസും അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. പഠിപ്പിച്ചിന് വരെ അവനെ ഇഷ്ടമായിട്ടുണ്ടാവും. അവനായിരിക്കും ഇന്നു മുതൽ ഈജുവിൻ്റെ ക്ലാസ് ടീച്ചർ. അതുകൂടി കേൾക്കുമ്പോൾ ഈജുവിന് നല്ല ദേഷ്യം വരും. അങ്ങനെ അവളുടെ പ്രസൻറ്റ് വിളിക്കുന്ന സമയമാവും. അവൾ ഒരു വട്ടം വിളിക്കുമ്പോൾ പ്രസൻറ്റ് പറയുമെങ്കിലും അവൻ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ 3 വട്ടം അവളെ വിളിക്കും. അവൻ ഉറക്കെ പറയുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അവളുടെ അറ്റൻഡൻസ് കഴിഞ്ഞ് അടുത്ത ആളെ വിളിക്കുമ്പോൾ ആൾ ക്ലാസ്സിലെത്തിയിട്ടുണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ പെൺകുട്ടി ക്ലാസ്സിലെത്തുക. അവൾ ക്ലാസ്സിലെത്തിയതും ഒന്നും പറയാതെ വേഗം ക്ലാസ്സിൽ കയറി അവിടുത്തെ ഡെസ്കിൽ കിടക്കാൻ തുടങ്ങും. ഗായാണെങ്കിൽ അവളെ ശ്രദ്ധിക്കുന്നുണ്ടാവും. അവൾ മാത്രം ആ ക്ലാസ്സിലുള്ള മറ്റ് പെൺകുട്ടികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരിക്കും. പിന്നീട് ക്ലാസ് എടുക്കാൻ തുടങ്ങും. അവൻ മാത്സിനെ കുറിച്ചാണ് സംസാരിക്കുക. മാത്സാണ് ഈ ഭൂമിയിലെ എല്ലാം. യൂണിവേഴ്സിൽ നിന്ന് വെച്ച് തന്നെ മാത്സ് ആണെന്നൊക്കെ അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ കേൾക്കുമ്പോൾ ഈജുവിന് ദേഷ്യം വരുന്നുണ്ടാവും. അവൾ മാത്സ് മാങ്ങാത്തോലിന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവൻ അങ്ങനെ മാത്സിനെ പൊക്കി പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഈജു ആണെങ്കിൽ ഓരോന്നൊക്കെ ഇരുന്ന് പറയണുണ്ടാവും. ഇതൊക്കെ ശ്രദ്ധിക്കും. എന്നിട്ട് അവളടുത്ത് ചോദിക്കും, നിനക്ക് കഴിഞ്ഞ എക്സാമിന് എത്രയായിരുന്നു മാർക്കെന്ന്. അപ്പോൾ അവൾ മടിച്ച് പറയും 4 അങ്ങനെ പറയുമ്പോൾ അവൻ 40 ആണോയെന്ന് അവളടുത്ത് ചോദിക്കും. അപ്പോൾ 40 അല്ല 4 എന്ന് അവൾ ഉറക്കെ പറയും. അപ്പോൾ ബാക്കിയുള്ള എല്ലാ പെൺകുട്ടികളും അവളെ നോക്കി ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവനും അത്ഭുതമാവും. 4 എന്ന് അവളടുത്ത് വീണ്ടും ചോദിക്കും. എന്നിട്ട് അവളടുത്ത് പോവും. അവളടുത്ത് ക്ലോസ് ആയി പോയിട്ട് അവൻ പറയും, ക്ലാസ് കഴിഞ്ഞാൽ എൻ്റെ കൂടെ സ്റ്റാഫ് റൂമിലേക്ക് വായോന്ന്. അവൻ നല്ല ദേഷ്യത്തിലാണ് പറയണ പോലെ ഉണ്ടാവുക. അപ്പോൾ ചുറ്റുമുള്ളവരൊക്കെ ഇവനെന്താ ഇത്ര ദേഷ്യം എന്ന് വിചാരിച്ച് അവനെ നോക്കുന്നുണ്ടാവും. ഈജു ആണെങ്കിൽ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ക്ലാസ് കഴിയും. ഈജുവിനെയും കൂട്ടിയിട്ട് അവൻ ഓഫീസിലേക്ക് പോവും. ഈജു ആണെങ്കിൽ നന്നായിട്ട് പേടിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അങ്ങനെ അവൻ ചെയറിൽ പോയിരിക്കുമ്പോൾ അവൾ അവൻ്റെ അടുത്ത് പോയി നിൽക്കും. എന്നിട്ട് ഫോണിൻ്റെ കാര്യത്തിലാണ് അവൻ ഇത്ര ദേഷ്യം എന്ന് വിചാരിച്ച്, ഞാൻ സാറിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഇതെൻ്റെ വീഡിയോയുടെ ഫോൾഡർ, പിന്നെ ഇതാ എൻ്റെ റീസൈക്കിൾ ബിൻ, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവന് ഫോണൊക്കെ കാണിച്ചു കൊടുക്കും. ഞാൻ സത്യമായിട്ടും വീഡിയോ എടുത്തിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് തിരിഞ്ഞിരുന്ന് അവളെ തന്നെ തുറിച്ച് നോക്കും. അപ്പോൾ അവൾ പറയും, ഇതിനല്ല എന്നെ കൂട്ടിക്കൊണ്ടുവന്ന്, പിന്നെന്തിനാ? ഞാൻ സാറിൻ്റെ ക്ലാസ്സിലിരുന്ന് സംസാരിച്ചതിനാണോ? ഞാൻ അറിയാതെ പറഞ്ഞതാ. സാറ് യൂണിവേഴ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞതാന്നൊക്കെ അവൾ പിന്നെ അടുത്ത് പറയും. അപ്പോൾ അങ്ങനെ ഉണ്ടായോയെന്ന് വിചാരിച്ച് അവളെ തുറിച്ച് നോക്കുന്നുണ്ടാവും. അപ്പോൾ അവൾ ഇതിനും അല്ല പിന്നെന്തിനാന്ന് ചോദിക്കുമ്പോൾ അവൻ അവളടുത്ത് പറയും, നിനക്ക് എങ്ങനെ എക്സാമിൽ 4 മാർക്ക് മാത്രം എടുക്കാൻ പറ്റി? അത് എത്ര വലിയ മോശമായിട്ടുള്ള കാര്യമാണ്. നിനക്ക് ഞാൻ ഒരു പണിഷ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് 20 പ്രാവശ്യം അവൾക്ക് ഇമ്പോസിഷൻ കൊടുക്കും. ഇതൊക്കെ യൂണ് ശ്രദ്ധിക്കുന്നുണ്ടാവും. അവൾ പോകുമ്പോൾ അവൻ അവൾക്ക് ഡോറ് തുറന്നു കൊടുക്കും. അവൾക്ക് യൂൺ തുറന്നു കൊടുക്കുന്നത് ഗായം ശ്രദ്ധിക്കുന്നുണ്ടാവും. അങ്ങനെ പോകുമ്പോൾ യൂൺ ഈജുവിൻ്റെ അടുത്ത് പറയും, അവൻ അങ്ങനെ പ്രശ്നക്കാരനൊന്നുമല്ല, അവൻ പാവാ, ഇടയ്ക്ക് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുള്ളൂ, നീ അതൊന്നും കാര്യമാക്കണ്ട, അവന് വേണ്ടിയിട്ട് ഞാൻ നിൻ്റെ അടുത്ത് മാപ്പ് ചോദിക്കാമെന്നൊക്കെ. അപ്പോൾ അവൾ അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ടാവും. ചുറ്റുമുള്ള പെൺകുട്ടികൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ആ നേരം വൈകി വന്ന പെൺകുട്ടീനെ ഓഫീസ് റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടാവും. അത് ഈജു അവളടുത്ത് വന്ന് പറയും. അവൾ ആണെങ്കിൽ എണീക്കേണ്ടാവില്ല. കുറേ വട്ടം തട്ടി വിളിച്ചിട്ടായിരിക്കും അവൾ എണീക്കുണ്ടാവുക. അവസാനം അവൾ ഓഫീസ് റൂമിലേക്ക് പോകും. ക്ലാസ്സിൽ പോയിട്ടാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സ് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇമ്പോസിഷൻ കിട്ടിയെന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കും. ആ ലേറ്റായി വരുന്ന പെൺകുട്ടിയുടെ അടുത്താണെങ്കിൽ പറയും, ഇനി മുതൽ ക്ലാസ്സിൽ ലേറ്റായി വരാൻ പാടില്ല, അങ്ങനെ വന്നാൽ തന്നെ എനിക്ക് എക്സ്പ്ലനേഷൻ വേണമെന്ന് അവൻ പറയും. അപ്പോൾ അവളും ഓക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ടീച്ചർ പറയുന്നുണ്ടാവും, അധികം ഇവരുടെ ഒന്നിനും നിൽക്കാത്തതാണ് നല്ലത്, വല്ല പ്രശ്നമില്ലാതെ ഇപ്രാവശ്യം നമുക്ക് എങ്ങനെയെങ്കിലും അവധിക്കാലം ആക്കണം എന്നൊക്കെ പറയുന്നുണ്ടാവും. പിന്നീട് യൂണിയൻ്റെ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. എല്ലാവരും ക്ലാസ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടാവും. ഈജുവിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ക്ലാസ്സിൽ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഈജു പിന്നീട് സ്പോർട്സ് ക്ലാസ്സിനും ജാപ്പനീസ് ക്ലാസ്സിനും എല്ലാം പോവും. പുതിയ ടീച്ചേഴ്സായ കാരണം കൊണ്ട് എല്ലാവരും എല്ലാ ക്ലാസ്സും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ക്ലാസ്സിൽ മാത്രം ഈജുവിന് അത്ര സന്തോഷമൊന്നും ഉണ്ടാവില്ല. അവനാണെങ്കിൽ ബോർഡിൽ മാത്സ് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. പഠിപ്പിച്ചിട്ടായിരിക്കും അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ബോർഡിൽ അങ്ങനെ മാത്സൊക്കെ എഴുതിക്കൊണ്ടിരിക്കും. ഈജുവിന് ഇതൊന്നും ഇഷ്ടാവണേ ഉണ്ടാവില്ല. അവളങ്ങനെ ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് അവളെ ശ്രദ്ധിക്കും. എന്നിട്ട് അവളടുത്ത് ചോദിക്കും, ആ ലേറ്റായി വരുന്ന പെൺകുട്ടി എവിടെയെന്ന്. അവൾ നേരത്തെ പോയെന്ന് ഈജു പറയുമ്പോൾ, എന്നാൽ നീ ഇന്ന് സ്കൂൾ മൊത്തം വൃത്തിയാക്കണമെന്ന് ഈജുവിൻ്റെ അടുത്ത് പറയും. ഈജു അങ്ങനെ സ്കൂളൊക്കെ വൃത്തിയാക്കി നിൽക്കുമായിരിക്കും. അപ്പോഴാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുക. അവൾ അതെന്താണെന്ന് വിചാരിച്ച് എത്തി നോക്കാൻ പോകുമ്പോൾ അവിടെ യൂണും പിന്നെ ജങ്ങും ആയിരിക്കും ഉണ്ടാവുക. യൂണിന് ബാക്ക് പെയിൻ ആയ കാരണം കൊണ്ട് അവന് കുറച്ച് എക്സസൈസൊക്കെ ചെയ്തു കൊടുക്കായിരിക്കും. ഇത് കണ്ടിട്ട് ഈജു അവരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. എന്നിട്ട് അവൾക്ക് കഥയിൽ ആഡ് ചെയ്യാൻ കുറച്ച് ഭാഗങ്ങൾ കൂടി കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ നിൽക്കുമായിരിക്കും.
അവർ രണ്ടുപേരും കൂടി സംസാരിക്കുമ്പോൾ നിൻ്റെ കൈ നല്ല സോഫ്റ്റ് ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ ഈജു ആണെങ്കിൽ എനിക്ക് മാത്രം എന്താ കഥ എഴുതുമ്പോൾ ഇങ്ങനത്തെ ലൈൻസ് ഒന്നും കിട്ടാത്തതെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ അവൾ നിൽക്കുന്ന സമയത്ത് അവളുടെ മൂക്കിൽ നിന്നാണെങ്കിൽ ബ്ലഡ് വരുന്നുണ്ടാവും. അപ്പോൾ അവൾ വേഗം അത് തുടച്ചിട്ട് അവിടെ നിന്ന് പോവും. അവൾക്ക് ആകെ വയ്യാതായിട്ടുണ്ടാവും. പിന്നീട് അവൾ ലൈബ്രറിയിലേക്ക് പോവും. അവിടുത്തെ ഇൻചാർജിൻ്റെ അടുത്ത് ഇനി ഞാനെല്ലാം നോക്കിക്കൊണ്ടെന്നും പറഞ്ഞ് അവൾ അവിടെ ഇരിക്കും. എന്നിട്ട് അവളുടെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് അവൾ അവിടെ ഇരുന്ന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ കുറേ വട്ടം ആലോചിക്കും. അവൾക്ക് ലൈൻസ് ഒന്നും കിട്ടുന്നുണ്ടാവില്ല. അപ്പോഴാണ് അവൾ അവരുടെ സംഭാഷണം ആലോചിക്കുക. അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് അവൾക്കൊരു ഐഡിയ വരും. യുണ്ണിനെ ഒരു ഫീമെയിൽ ടച്ചുള്ള ക്യാരക്ടറായിട്ടും ജങ്ങിനെ ഹീറോ ആയിട്ടും കഥ എഴുതാൻ തുടങ്ങാമെന്ന്. അങ്ങനെ അവൾ കഥ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യും. അവർ രണ്ടുപേരും സ്കൂൾ പഠിക്കണ കഥ മുതലാണ് അവൾ തുടങ്ങുക. അവരുടെ ക്ലാസ്സിൽ യുണ്ണിനെ പഠിക്കാനും സമ്മതിക്കാതെ ജങ് അവരെ ഡിസ്റ്റർബ് ചെയ്യണ പോലെയാണ് അവൾ കഥ എഴുതി തുടങ്ങുന്നുണ്ടാവുക. അവൾക്ക് ആ തുടക്കം നല്ല ഇഷ്ടമാവും. അവൾ അങ്ങനെ അവളുടെ സ്റ്റോറിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അത് പോസ്റ്റ് ചെയ്യൊന്നുമില്ല. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. യുണ്ണും ഗായൊക്കെ താമസിക്കുന്ന വീടാണ്. അങ്ങനെ അവരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതൊക്കെയാണ് കാണിക്കുക. നോ ആണെങ്കിൽ എല്ലാവരുമായിട്ട് തല്ലുണ്ടാവും. ഗായ ആണെങ്കിൽ ഞാൻ കാറിൽ വരുന്നില്ല എന്നും പറഞ്ഞ് അവൻ വേഗം നടക്കാനും ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നീട് ഈജുവിന് യൂണിൻ്റെ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവൾ അവനെക്കുറിച്ച് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അവൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ അവൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ചോയാണെങ്കിൽ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇത് അവൾ ശ്രദ്ധിക്കും. അവൾക്കത് കാണുമ്പോൾ ചിരി വരും. എന്നിട്ട് അവൾ ചിരിക്കുന്നുണ്ടാവും. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിയും. യൂൺ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചോയ് അവൻ്റെ പിന്നാലെ പോകുന്നുണ്ടാവും. എന്നിട്ട് അവൻ്റെ പിന്നാലെ ഓടി അവൻ്റെ അടുത്ത് ഒരു ഡ്രിങ്ക് കൊടുക്കും. അവൻ ആദ്യം അത് മേടിക്കാൻ മടിക്കെങ്കിലും പിന്നെ അവൾ നിർബന്ധിക്കുമ്പോൾ അവനത് മേടിക്കും. ആ സമയത്ത് അവൾക്ക് അവളുടെ ചുറ്റും മഞ്ഞ് പെയ്യണ പോലെ തന്നെ ഉണ്ടാവും. അവൾ ആ ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ് ചെയ്യണ പോലെ ഉണ്ടാവും. അവൻ എന്നിട്ട് താങ്ക് യു ഒക്കെ പറഞ്ഞു പോവും. ആ സമയത്തും അവൾ അവിടെ അങ്ങനെ തന്നെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ടാവും. ഈജി അപ്പോൾ ഓടി വന്നിട്ട് നിനക്ക് എന്താ പറ്റിയെന്ന് ചോയുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ ചോയ് പറയാ എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല, ഞാൻ ആ സ്നോ എക്സ്പീരിയൻസ് ചെയ്തതാണെന്ന്. അവളുടെ ഫ്യൂച്ചർ ഹസ്ബൻഡ് യൂണാണെന്ന് തന്നെ അവൾ ഉറപ്പിച്ചിട്ടുണ്ടാവും. പിന്നീട് കാണിക്കുന്നത് PT പീരീഡാണ്. അപ്പോൾ അവരെല്ലാവരും ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ജങ് നടന്നു വരിക. ഇത് ഈജിയും കാണും. അവനെ കാണുമ്പോൾ തന്നെ ഇവൻ തന്നെ എൻ്റെ കഥയിലെ ഹീറോ എന്ന് അവൾക്ക് തോന്നുന്നുണ്ടാവും. അവനെ കണ്ടപ്പോൾ മുതലുള്ള എല്ലാ കാര്യങ്ങളും അവൾ ആലോചിച്ച് നോക്കും. അവൻ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് എല്ലാവരുടെ അടുത്തും ഇനി നമുക്ക് ഇന്ന് 2 റൗണ്ട് ഓടിയാലോ എന്ന് ചോദിക്കും. അങ്ങനെ എല്ലാവരും ഓട്ടത്തിന് വേണ്ടി റെഡിയാവും. അങ്ങനെ ഈജു ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ജങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഓർമ്മയിൽ വരുന്നുണ്ടാവുക. അവൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ BL നോവലിനെ കുറിച്ച് തന്നെ ആയിരിക്കും അവൾ ആലോചിക്കേണ്ടത്. അങ്ങനെ അവൾ മെല്ലെ മെല്ലെ ഓടുമായിരിക്കും. അപ്പോഴാണ് അവൾ ജങ്ങിനെ കാണുക. അവളെടുത്ത് വന്നിട്ട് സ്പീഡിൽ ഓടുന്ന അവൻ പറയുന്നുണ്ടാവും. അവനെ കാണുമ്പോൾ അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടാവില്ല. അവൾ എന്നിട്ട് സ്പീഡിൽ ഓടാൻ തുടങ്ങും. അങ്ങനെ അവൾ എല്ലാവരെയും കടത്തിവെട്ടി മുന്നിലെത്തും. അവൾക്കാണെങ്കിൽ അവരുടെ നോവലിനെ കുറിച്ച് മാത്രമായിരിക്കും ഓർമ്മയിലും വരുന്നുണ്ടാവുക. അങ്ങനെ അവൾ ഓടി ഓടി എല്ലാവരെയും മുന്നിലെത്തും. ജങ്ങും ഇവളെ നോക്കി ഇവൾ ഇത്ര സ്പീഡിലൊക്കെ ഓടുമെന്ന് വിചാരിക്കുന്നുണ്ടാവും. എന്നിട്ട് അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. അങ്ങനെ ഓട്ടമൊക്കെ കഴിഞ്ഞാൽ അവൾ ജയിക്കും. എന്നിട്ട് അവൾ ഒരു സ്ഥലത്തിരുന്ന് വിശ്രമിക്കായിരിക്കും. അപ്പോഴാണ് ജങ് അവളുടെ അടുത്തേക്ക് വരിക. എന്നിട്ട് അവൾക്കൊരു വെള്ളക്കുപ്പി കൊടുക്കും. അവളപ്പോൾ അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കില്ല. അവൾ നല്ല ഷോക്കായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. എന്താ പറയേണ്ടതെന്ന് അവൾക്ക് അറിയണ്ടാവില്ല. അപ്പോൾ അവൻ അവളുടെ അടുത്ത് ചോദിക്കും, നീ എന്താ റണ്ണറാണോ, നീ നന്നായിട്ട് ഓടുണ്ടല്ലോ, എനിക്ക് സ്പോർട്സിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ. അപ്പോൾ അവൾ ഒന്നും പറയില്ല. ഞാനൊന്നും മുഖം കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. എന്നിട്ട് അവൾ ദൂരെ പോയി നിന്നിട്ട് വേഗം ശ്വാസം വിടും. അത്ര നേരം അവളുടെ ശ്വാസം പോലും നേരെ പോയിട്ടുണ്ടാവില്ല. എന്നിട്ട് അവൾ ജങ്ങിനെ ദൂരെ നിന്ന് നോക്കുന്നുണ്ടാവും. അങ്ങനെ രാത്രി ആയിട്ടുണ്ടാവും. അവൾ സ്റ്റോറി എഴുതാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. യൂണിനെ ഹീറോയിനെ പോലെയും ജങ്ങിനെ ഹീറോയും ആക്കിയിട്ടാണ് അവൾ സ്റ്റോറി എഴുതിയിട്ടുണ്ടാവുക. അങ്ങനെ എഴുതുന്ന സമയത്ത് ഇതിലൊരു വില്ലൻ വേണമല്ലോ എന്ന് അവൾ ആലോചിക്കും. അപ്പോഴാണ് അവൾക്ക് ഗാന ഓർമ്മ വരിക. ഗാന തന്നെ എന്തായാലും വില്ലനാക്കാമെന്ന് അവൾ തീരുമാനിക്കും. കഥ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ജങ് യൂണിൻ്റെ അടുത്ത് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ യൂൺ എനിക്ക് നിന്നെ ഇഷ്ടമൊന്നുമില്ല, ഞാൻ നിന്നെ വെറും ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, നീ അങ്ങനെ തന്നെ വിചാരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ജങ്ങിൻ്റെ അടുത്ത് പറയും. ഈജു ആണെങ്കിൽ നല്ല എക്സൈറ്റ്മെൻറ്റിലായിരിക്കും ഈ കഥ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അവളങ്ങനെ കഥ തുടർന്ന് എഴുതാൻ തുടങ്ങും. ജങ് യൂണിൻ്റെ അടുത്ത് പറയണ്ടാവും, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഞാൻ നിന്നെ അങ്ങനെ ഒന്നല്ല കണ്ടിട്ടുള്ളത്, നമുക്ക് രണ്ടുപേർക്കും ലവ് ചെയ്താലെന്താന്നൊക്കെ അവൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് വില്ലൻ്റെ എൻട്രി. അത് ഗായ ആയിരിക്കും. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ യുണ്ണും ജങ്ങും തിരിഞ്ഞു നോക്കും. അപ്പോൾ അവരുടെ അടുത്തേക്ക് വരും. എന്നിട്ട് യുണ്ണിനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവും. നിനക്ക് ഞാൻ മാത്സ് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ അവനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ജങ് യുണ്ണിനെ ഒന്നുകൂടി വിളിക്കും. അപ്പോൾ ഗായാണെങ്കിൽ തിരിഞ്ഞു നിന്നിട്ട് നീ ഞങ്ങളുടെ പിന്നാലെ ആവശ്യമില്ലാതെ വരാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് നോക്കിയിട്ട് അവിടെ നിന്ന് പോവും. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോസിന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം.